ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഹാപ്പി പൂരം, തൃശ്ശൂർ പൂരം. തീർച്ചയായും പൂരത്തിന്റെ ഒരു ആവേശത്തിലാണെന്ന് തോന്നുന്നു. മൊത്തം നമ്മുടെ സെറ്റൊക്കെ അങ്ങനെയാണ്. അങ്ങനെയാണ്. അതെ, നമുക്ക് വാർത്തയിലേക്ക് വരാം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? തീർച്ചയായും. എന്താണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത? മറ്റ് പൂരങ്ങളിൽ നിന്നുള്ള തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത എന്താ? തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ പൂരമാണ്. അപ്പൊ തുടങ്ങാം. ഓക്കെ. ഇത് ഈ അണികളെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന മാസ് പഞ്ച് ഡയലോഗുകൾ പൊതുവേദികളിൽ പറയുന്ന നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്കുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങളിൽ ഓരോ ദിവസവും ഓരോരോ പഞ്ച് ഡയലോഗ് അടിക്കാൻ കെ സുധാകരൻ, അതായത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിന് മാത്രമേ അങ്ങനെ ഒരു കഴിവ് ഇപ്പോഴുള്ളൂ. ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെയാണ് ഈ പഞ്ച് ഡയലോഗുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പിണറായിയെ താഴെ ഇറക്കിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്നാണ് ഇന്നലെ കെ സുധാകരൻ മനോരമയോട് പറഞ്ഞത്. ഇന്ന് മാതൃഭൂമിയോട് പറയുന്നത് നേരെ തിരിച്ചാണ്. എന്നെ തൊടാൻ ആർക്കും കഴിയില്ല. ഇന്നലെ പിണറായിക്കിട്ടാണെങ്കിൽ ഇന്ന് സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർക്കിട്ടാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ വാർത്തയിലേക്ക് പോയി വേണം നമുക്ക് പ്രസ് സ്റ്റോപ്പ് ആരംഭിക്കാൻ. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നെ തൊടാൻ ആർക്കും കഴിയില്ല, കെ സുധാകരൻ. മാതൃഭൂമിയുടെ 7-ാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോൺഗ്രസിൽ നേതൃമാറ്റം വരുമെന്ന ചർച്ചകൾ നിഷേധിച്ചാണ് അദ്ദേഹം. അതായത് അദ്ദേഹത്തെ മാറ്റുമെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ഓടുന്നത്. അതുകൊണ്ട് അദ്ദേഹം അത് പൂർണ്ണമായി നിഷേധിക്കുകയാണെന്നാണ് ഇപ്പോൾ പത്രങ്ങൾ പറയുന്നത്. ചർച്ചകൾ നിഷേധിക്കുകയാണ് അദ്ദേഹം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുമെന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് അദ്ദേഹം, മാധ്യമങ്ങളോടാണ് ഇത് മുഴുവൻ പറയുന്നത്. ഡൽഹിയിൽ വിളിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞ് പുതിയ KPCC അധ്യക്ഷൻ്റെ പേര് വരെ അവിടെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് എന്നെ മാറ്റേണ്ട കാര്യമില്ല എന്നാണ്. ഞാൻ പൂർണ്ണമായും ഫിറ്റാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അനാരോഗ്യം പാർട്ടിയെ നയിക്കാൻ ഒരു കാരണമാണോ എന്നൊക്കെ ചോദ്യമുണ്ട്. ചോദ്യം ഉത്തരവായിട്ടാണ്. ഇന്നലെയും മനോരമയിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ അത് വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കെ സുധാകരൻ ശ്രമിച്ചെങ്കിലും ഇന്ന് അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ ഇട്ടലക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഈ രൂപത്തിലേക്ക് വരേണ്ടി വന്നു. അതാണ് ഇന്ന് മനോരമയുടെ 7-ാം പേജിലെ വാർത്ത. മാതൃഭൂമിയുടെ 7-ാം പേജിലെ വാർത്ത. 1-ാം പേജിൽ നേതൃമാറ്റം ചർച്ച നടന്നിട്ടില്ല എന്നും കൂടി 1-ാം പേജിൽ അദ്ദേഹത്തിൻ്റെ കോട്ട് കൊടുത്തിട്ടുണ്ട്. മനോരമ കുറച്ചും കൂടി വിശദമായിട്ടാണ് അത് മനോരമയിൽ ഇന്നലെ മനോരമയാണ് തുടങ്ങി വെച്ചത്. ഒരുപക്ഷെ പത്രങ്ങളിൽ ഈ നേതൃമാറ്റം കടുപ്പിച്ച് സുധാകരനാണ്. അതായത് മൂലക്കിരുത്താൻ ഗ്രൂപ്പിൻ്റെ ശ്രമം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. തനിക്ക് അസുഖമെന്ന് പ്രചാരണം, മൂലക്കിരുത്താൻ ഗ്രൂപ്പിൻ്റെ ശ്രമം, അങ്ങനെ പലവിധ കാരണങ്ങളാണ് അദ്ദേഹത്തെ ഒതുക്കാൻ നടക്കുന്ന കാരണങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത്. അതാണ് ഇന്നത്തെ ഒരുപക്ഷെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. അത് എല്ലാ പത്രങ്ങളും. അതോടൊപ്പം കേരളകൗമുദിയിൽ കോൺഗ്രസിൽ കുളം കലക്കലെന്നാണ് കേരളകൗമുദി പറയുന്നത്. എന്നിട്ടും ഉലയാതെ കെ സുധാകരൻ, മൂലക്കിരുത്താൻ ശ്രമിക്കുന്നത് ഒരു ഗ്രൂപ്പും നേതാവും. അതേത് ഗ്രൂപ്പും നേതാവുമാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയട്ടെ. കാരണം കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പില്ല എന്നാണ് KC വേണുഗോപാൽ എല്ലാം പറയുന്നത്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഇക്കാര്യമെന്നാണ് കേരളകൗമുദി പറയുന്നത്. ദേശാഭിമാനി കുറച്ചും കൂടി ഒരു പടി കൂടി കടന്ന് എന്തായാലും കോൺഗ്രസിനെ അടിക്കാൻ കിട്ടിയൊരു വടി എന്ന നിലയിൽ തൊടാനാകില്ലെന്ന് സുധാകരൻ. അത് ഈ മാതൃഭൂമിയുടെ ഹെഡിങ്ങിന് സമാനമാണ്. എന്നെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന് സുധാകരൻ പറയുന്നു. ദേശാഭിമാനി ഒരു പടി കൂടി കടന്ന് തൊടാനാകില്ലെന്ന് സുധാകരൻ. കോൺഗ്രസിൽ യുദ്ധകാഹളം ഇന്നത്തെ ദേശാഭിമാനിയുടെ മെയിൻ വാർത്തയാണ്. KPCC പ്രസിഡന്റിനെ മാറ്റാൻ ഒരു വിഭാഗം, ഹൈക്കമാൻഡിന് ആശങ്ക, സുധാകരനെ പിന്തുണച്ച് മുരളീധരൻ, ചെന്നിത്തല, തരൂർ, അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ. സുധാകരൻ്റെ കോട്ട് കൂടി ദേശാഭിമാനി പറയുന്നുണ്ട്. എനിക്ക് ശാരീരിക പ്രയാസങ്ങൾ ആണെന്ന് ചിലർ പറയുന്നു. അത് ഞാനല്ലേ പറയേണ്ടത്? മരുന്നില്ലാതെ രോഗമുണ്ടോ? ഞാൻ കഴിവില്ലാത്തവനും വിവരമില്ലാത്തവനുമല്ല. രോഗമുണ്ടെങ്കിൽ ചികിത്സ തേടും. എന്നെ രോഗിയായി ചിത്രീകരിച്ച് മൂലക്കിരുത്താൻ ശ്രമിക്കുന്നവർ സ്വയം വഷളാവുകയുള്ളൂ. അങ്ങനെ അത് വളരെ വിശദമായി ദേശാഭിമാനി 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. ഈ പത്രങ്ങളിൽ മനോരമയിലും മാതൃഭൂമിയിലും കേരളകൗമുദിയിലൊക്കെ വന്ന പല കാര്യങ്ങൾ ദേശാഭിമാനി കൺക്ലൂഡ് ചെയ്ത് ഒറ്റ വാർത്തയ്ക്ക് വലുതായി കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ദേശാഭിമാനിക്ക് സുധാകരനെയും കോൺഗ്രസിനെ അടിക്കാൻ കിട്ടിയൊരു വടി അവർ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. എന്തായാലും സുധാകരനൊരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ മാതൃഭൂമി അത് 1-ാം പേജിൽ, ഈ 7-ാം പേജിൽ വലിയ വാർത്തയും 1-ാം പേജിൽ ചെറിയ വാർത്തയുമായി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് KPCCയിലുണ്ടായ കലാപങ്ങളുടെ ഒരു തുടക്കം പത്രങ്ങളിലൂടെ തന്നെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത വാർത്തകളിലേക്ക് പോകാം. ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, തൃശ്ശൂർ പൂരം വരാൻ പോകുന്നു. നാളെയാണ്. നമ്മുടെ സെറ്റൊക്കെ എല്ലാവരും പ്രേക്ഷകരെ കണ്ടിട്ടുണ്ടാവും. തൃശ്ശൂർ പൂരത്തിന് ഇന്ന് നെയ്തലക്കാവിലമ്മ ഇന്ന് തെക്കേ ഗോപുരം നട തള്ളി തുറന്ന് അതിൻ്റെ പൂര വിളംബരമൊക്കെ നടത്തും. പക്ഷേ വേറൊരു പ്രശ്നമുള്ളത്, ഈ കഴിഞ്ഞ വർഷത്തെ പൂരം നമുക്ക് ഓർമ്മയുണ്ടാവും. ആ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാരും പോലീസും ഒക്കെ കടുത്ത നടപടികളിലാണ്. ആ നടപടികളിൽ ഏറ്റവും പ്രധാനമാണ് ഇന്ന് ഒരുപക്ഷെ കേരളകൗമുദി മാത്രമാണ് ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുള്ളത്. തൃശ്ശൂർ പൂരം സേവാഭാരതിക്ക് വിലക്ക്. സേവാഭാരതി നമുക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ വർഷം ഈ പൂരവുമായി ബന്ധപ്പെട്ട് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് നേതാക്കന്മാർ പല ആളുകളും വന്നതായിട്ടൊക്കെ ആരോപണമുള്ളത്. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണമൊക്കെ നടക്കുകയും റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സേവാഭാരതിക്ക് വിലക്ക് എന്നൊരു വാർത്ത ബൈലൈനിൽ TK സുനിൽകുമാറിൻ്റെ ബൈലൈനിൽ കേരളകൗമുദി കൊടുത്തിട്ടുണ്ട്. നാളത്തെ തൃശ്ശൂർ പൂരത്തിൽ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ സേവാഭാരതിക്ക് അനുമതിയില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡ് സേവാഭാരതിയുടെ അപേക്ഷ നിരസിച്ചു. അത് കഴിഞ്ഞ വർഷത്തെ പൂരം കലക്കൽ വിവാദത്തിൻ്റെ തുടർച്ച എന്ന് വേണം കാണാൻ. അതാണ്
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. അത് മാത്രമല്ല DMOയുടെ, അതായത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ സ്റ്റിക്കർ പതിച്ച ആംബുലൻസുകൾക്കും വാഹനങ്ങൾക്കും മാത്രമായിരിക്കും പൂരനഗരിയിൽ, അതായത് പൂരം നടക്കുന്ന സ്ഥലത്ത് പോകാനും വരാനുമുള്ള അനുമതി എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണത് എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഈ പൂരവുമായി ബന്ധപ്പെട്ട് പൂരത്തിൻ്റെ വിവാദങ്ങൾ നമുക്കറിയാം. പൂരം വലിയ ആഘോഷമായി നാളെ നടക്കാനിരിക്കുമ്പോൾ ഈ വിവാദങ്ങളുടെ തുടർച്ച ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. മുൻ ADGP ആയിരുന്ന അജിത് കുമാർ, അദ്ദേഹം ഇപ്പോൾ DGP ആണ്. അദ്ദേഹത്തിനെതിരെയാണ് കഴിഞ്ഞ വർഷം വലിയ ആരോപണം ഉണ്ടായത്. അത് അന്ന് മന്ത്രിയായിരുന്ന VS സുനിൽകുമാറും അക്കാര്യത്തിൽ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത് ആരോപണ പൂരമെന്നാണ്. അതായത് അജിത് കുമാറിനെതിരെ മന്ത്രിയുടെ ആരോപണ പൂരം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് മേധാവിക്ക് നൽകിയ കത്തും നൽകുന്നുണ്ട്. തൃശ്ശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന തരത്തിൽ മന്ത്രി രാജൻ്റെ മൊഴി. എന്തായാലും അജിത് കുമാറിന് വീഴ്ച പറ്റിയെങ്കിൽ അത് വലിയ വീഴ്ച തന്നെയാണ്, സർക്കാരിൻ്റേതായിട്ട് തന്നെ കാണേണ്ടി വരും. ഈ വാർത്ത കൂടി, അതായത് പൂരം നാളെ നടക്കാനിരിക്കെ വലിയ വാർത്ത തന്നെയാണ് ഒന്നാം പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയം. ഈ സേവാഭാരതിയുടെ കാര്യം കൂടി കേരളകൗമുദി കൊടുക്കുന്നുണ്ട്. അതും അക്കാര്യത്തിൽ വലിയ ശ്രദ്ധേയമായ കാര്യങ്ങളൊന്നായിട്ട് ആണ് കാണേണ്ടത്. ഇനി മറ്റൊന്ന്, നമുക്കറിയാം പെഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് ഏപ്രിൽ 22 മുതൽ വലിയ വാർത്തകളായി നിൽക്കുകയാണ്. അതിൽ കോൺഗ്രസ് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഞാനത് വീക്ഷണം ദിനപത്രം എടുത്തുകൊണ്ട് വേണം പറയാൻ. വീക്ഷണ ദിനപത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിലെ വാർത്ത ഒരുപക്ഷെ അധികം ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു, ഞാനത് എടുത്തു പറയുന്നു. ഇന്നലെ KC വേണുഗോപാൽ അടക്കം പങ്കെടുത്തൊരു വലിയ പരിപാടി, ഭീകരവാദത്തിനെതിരെ സംവിധാൻ ബച്ചാവോ റാലി നടത്തിയിരുന്നു കോൺഗ്രസ്. ആ റാലിയിൽ KC വേണുഗോപാൽ കോൺഗ്രസ് പറയുന്നു, മറുപടി നൽകൂ, വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് എന്നാണ്. അതായത് ഈ ഒരു യുദ്ധത്തിനെ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ ഈ വാർത്ത കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രസ്താവന കൊണ്ട് കാണേണ്ടി വരും. മറുപടി നൽകൂ, വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് എന്ന് പറയുമ്പോൾ പാകിസ്ഥാന് മുന്നിൽ മോദിക്ക് മുട്ടുവിറയ്ക്കുന്നു KC വേണുഗോപാൽ. മുഴങ്ങുന്നത് മോദിയുടെയും ഷായുടെയും വാചക വെടി മാത്രം. ഭീകരവാദത്തിനെതിരെ സംവിധാൻ ബച്ചാവോ റാലി. എന്തായാലും വീക്ഷണമോ കോൺഗ്രസോ അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഒരു യുദ്ധത്തെ വളരെ വേഗത്തിൽ സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറയുകയാണ്. എന്തായാലും ഈ പഹൽഗാം ഭീകരാക്രമണം എല്ലാ പത്രങ്ങളും അതിൻ്റെ തുടർച്ചയെന്നോണം എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. ദേശാഭിമാനി വിടാതെ പിടിക്കുന്നുണ്ട്. അതിർത്തി സംഘർഷഭരിതം, പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടഞ്ഞു, സുരക്ഷാ വീഴ്ച അന്വേഷിക്കണമെന്ന് CPM പറയുന്നുണ്ട്. CPMൻ്റെ പ്രതിനിധി സംഘം കശ്മീരിലേക്ക് പോകുന്നുണ്ട്. ചെനാബ് നദിയിലെ അണക്കെട്ടിൻ്റെ ഷട്ടർ താഴ്ത്തി, ജലം നദിയിലെ കിഷൻഗംഗ ഷട്ടറിൻ്റെ അണക്കെട്ടും താഴ്ത്തി, റഷ്യൻ മിസൈലുകൾ ഇന്ത്യയിലെത്തി. അങ്ങനെ ഏത് സമയവും ഒരു യുദ്ധം പ്രതീക്ഷിക്കാമെന്ന രൂപത്തിലാണ് പത്രങ്ങൾ ദേശാഭിമാനി ആ വാർത്ത കൊടുക്കുന്നു. സുപ്രഭാതം പറയുന്നത് തിരിച്ചടിക്ക് സജ്ജമെന്ന് വ്യോമസേന. ഇന്നലെ വ്യോമസേന മേധാവി പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു, അതൊരു വലിയ വാർത്ത. അത് ഇംഗ്ലീഷ് പത്രങ്ങൾ ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. ഇന്ത്യ പാക് ടെൻഷനിടയ്ക്ക് എയർഫോഴ്സിൻ്റെ ചീഫ് പ്രധാനമന്ത്രിയെ കണ്ട വാർത്ത ഹിന്ദു വലിയ വാർത്തയായിട്ട് ഒന്നാം പേജിൽ നൽകുന്നുണ്ട്. രാജ്നാഥ് സിംഗിൻ്റെ മറുപടിയാണ് എക്സ്പ്രസ് ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുള്ളത്. ആരിന്ത്യയെ ഹർട്ട് ചെയ്താലും അവനെ വെറുതെ വിടില്ല എന്ന രൂപത്തിൽ രാജ്നാഥ് സിംഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എക്സ്പ്രസ് ഒന്നാം പേജിൽ വാർത്തയാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ പത്രങ്ങൾ വിടാതെ പിന്തുടരുന്നു. മാതൃഭൂമിയുടെ ലീഡ് സ്റ്റോറി അതാണ്. അത് ഞാൻ അവസാനത്തേക്ക് വെച്ചാണ് അത് പറയാൻ. അതായത് പാകിസ്ഥാന് വീണ്ടും പ്രഹരം, ജലയുദ്ധം, അത് മെയിൻ സ്റ്റോറിയാണ് മാതൃഭൂമിയുടെ. അത് ചെനാബ് നദിയിലെ ജലമൊഴുക്ക് ഇന്ത്യ വെട്ടിക്കുറച്ചു, പ്രധാനമന്ത്രിയെ കണ്ട് വ്യോമസേന മേധാവി, തിരിച്ചടിക്കും എന്ന് രാജ്നാഥ് സിംഗ്. അതായത് ഈ വാർത്ത കൂടി വായിച്ചാൽ ഉറപ്പായും വീക്ഷണം മുതൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതൃഭൂമി വരെ വായിച്ചാൽ ഉറപ്പായും ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് വേണം പത്രം വായിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയെടുക്കാൻ എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അത് മാത്രമല്ല മനോരമ ഒന്ന് കുറച്ചിട്ടുണ്ട് എന്ന് വേണം എനിക്ക് തോന്നുന്നു. മനോരമ ഒരു പൊടിക്ക് കുറച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. അത്ര വലിയ യുദ്ധ പ്രഖ്യാപനമൊന്നും മനോരമ നടത്തുന്നില്ല. പാകിസ്ഥാനിലേക്കുള്ള നദീജലം ഇന്ത്യ കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തയെ ഒന്ന് കുറയ്ക്കാൻ മനോരമ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ മനോരമയ്ക്കൊപ്പമാണ് വ്യക്തിപരമായിട്ട്. കാരണം ഇതൊരു വേറൊരു വിഷയമാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കാണാൻ. ഇനി മറ്റൊന്ന് വേടനാണ്. വേടനെ നമ്മൾ മറക്കരുത്. വനംവകുപ്പും പോലീസും ഒക്കെ കൂടി ചേർന്ന് ഗായകൻ വേടനെ കഞ്ചാവ് കേസിലും പിന്നെ പുലിപ്പല്ലി കേസിലും ഒക്കെ പിടിച്ച് അവസാനം ശ്രീലങ്കൻ കണക്ഷൻ വരെ കൊണ്ടുപോയതാണ് വനംവകുപ്പ്. എന്തായാലും ആ ശ്രീലങ്കൻ കണക്ഷനൊക്കെ വനംവകുപ്പിന് തിരിച്ച് പണിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനോരമ 4-ാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. റേഞ്ച് ഓഫീസർക്കെതിരെ നടപടിക്ക് സാധ്യത, കടുത്ത നടപടി ഒഴിവാക്കാൻ സർവീസ് സംഘടനയുടെ സമ്മർദ്ദം. അതായത് ആ ഉദ്യോഗസ്ഥൻ്റെ സംഘടനയുടെ. വേടൻ്റെ അറസ്റ്റ്, വെളിപ്പെടുത്തലുകൾ അതിരുവിട്ടെന്ന് വിലയിരുത്തൽ. നമ്മളിത് പലതവണ പറഞ്ഞതാണ്, ന്യൂസ് മലയാളം പലപ്പോഴായി പറഞ്ഞതാണ്. ആ വെളിപ്പെടുത്തലുകൾ അതിരുവിട്ടു. ആ ശ്രീലങ്കൻ കണക്ഷനും ഈ പുലിപ്പല്ല് തായ്ലൻഡോ ശ്രീലങ്കയോ എവിടെ നിന്നൊക്കെയാണ്, എങ്ങനെ ഈ വനംവകുപ്പിന് ഈ വിവരങ്ങളൊക്കെ കിട്ടിയെന്നുള്ള കാര്യം നമ്മളും ചോദിച്ചിരുന്നതാണ്, പലതവണ ചോദിച്ചിരുന്നതാണ്. ഇപ്പോൾ വനംവകുപ്പ് അക്കാര്യത്തിൽ റേഞ്ച് ഓഫീസർക്കെതിരെ നടപടിക്ക് സാധ്യത എന്ന് പറയുന്നു. വേടനെ വേട്ടയാടേണ്ട എന്നാണ് CPMൻ്റെ തീരുമാനം. CPMൻ്റെയും CPIയുടെയും സെക്രട്ടറിമാർ ഇന്നലെ വനംവകുപ്പിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതുമാത്രമല്ല ഈ വാർത്തയുടെ പ്രാധാന്യം, ഇന്ന് സർക്കാർ വേദിയിൽ വേടൻ്റെ പാട്ടുണ്ട്. അത് ഇടുക്കിയിലാണ്. വിവാദങ്ങളിൽപ്പെട്ടതോടെ സർക്കാർ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയ റാപ്പർ വേടന് ഹിരൺദാസ് മുരളി.
ഒടുവിൽ സർക്കാർ തന്നെ വേദിയൊരുക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പരിപാടിയിലാണ് വേടൻ വീണ്ടും വരുന്നത്. ഒരുപക്ഷേ ഇടുക്കി വാഴത്തോപ്പിൽ ഇന്ന് വേടൻ്റെ പാട്ട് കേൾക്കാൻ ജനസമുച്ചയം ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ ജനസഹസ്രങ്ങൾ ഉണ്ടാകുമെന്നായിരിക്കും എനിക്കും തോന്നുന്നത്. കാരണം അത്രയും കാത്തിരുന്നൊരു അദ്ദേഹം ഇനി വരുന്നൊരു കാത്തിരിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് സ്വാഭാവികമായും വലിയ ആഘോഷത്തോടു കൂടിയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. വേടൻ ഇടുക്കിയിൽ പാടുമെന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയും ആ വാർത്ത 7ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാനതിൽ വളരെ വിശദമായി പോകുന്നില്ല. മനോരമ തന്നെ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി 7ാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ശ്രദ്ധേയമായൊരു വാർത്ത, രാഹുൽ, മറ്റ് പത്രങ്ങളൊന്നും ആ വാർത്ത കണ്ടില്ല. വാർത്ത ഞാനൊന്ന് വായിക്കാം. രാഹുലിനെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് ശങ്കരാചാര്യ സ്വാമി. ഈ വാർത്ത കേട്ടാൽ എന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. രാഹുൽ ഗാന്ധിയാണ് ആൾ. രാഹുൽ ഗാന്ധിയെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് ശങ്കരാചാര്യ സ്വാമി. ഇത് മാതൃഭൂമി ദിനപത്രത്തിലെ 7ാം പേജിലെ വാർത്തയാണ്. ആ വാർത്ത വളരെ മനോഹരമാണ്. മനുസ്മൃതിയെക്കുറിച്ച് പാർലമെൻറ്റിലെ പരാമർശത്തിൻ്റെ പേരിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കിയതായി ബദരിനാഥിലെ ജ്യോതിർമഠ ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി. ഇത് മുഴുവൻ വായിച്ചാൽ രാഹുൽ ഗാന്ധി ഇന്ന് തന്നെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകും. അദ്ദേഹം ഈ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ കഴിഞ്ഞ തവണ ഒരു വലിയ പ്രസംഗം നടത്തിയിരുന്നു. മനുസ്മൃതി, നിങ്ങളുടെ മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത്. നിങ്ങളുടെ മനുസ്മൃതിയാണ് ആ സ്വാമിക്ക് പ്രശ്നമായത്. നിങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയത് ഭരണപക്ഷത്തെയാണ്, BJP ആണ്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി പിന്നെ എൻ്റെ മനുസ്മൃതി എന്ന് പറഞ്ഞില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കി. ഹിന്ദുമതത്തിൽ നിന്ന് ആരെയും പുറത്താക്കാനോ അകത്താക്കാനും പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ധാരണയും വിചാരവും. മറ്റൊരു കാര്യം കൂടി, മനോരമയുടെ 1ാം പേജിൽ ഒരു ചിത്രം കൂടി പറഞ്ഞ് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ഈ ചിത്രം മനോരമയുടെ 1ാം പേജിലെ ദിനചിത്രം. അവരിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദിനചിത്രങ്ങൾ, അതായത് എല്ലാ കാലത്തും പത്രങ്ങൾ ഈ ഫോട്ടോയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു, ഇടക്കാലത്ത് ഒഴിവാക്കിയിരുന്നു. വീണ്ടും പത്രങ്ങൾ ചിത്രം കൊണ്ടുവന്നു. മനോരമയുടെ 1ാം പേജിൽ ദിനചിത്രം ഇങ്ങനെയാണ്. പകുതി പാസ്സായി. അത് നീറ്റ് പരീക്ഷ എഴുതാൻ വന്നൊരു കുട്ടി ഈ ഫുൾ കൈ ഷർട്ടിട്ടാണ് വന്നത്. ഫുൾ കൈ ഷർട്ടിട്ട് വരാൻ പാടില്ല, അതുകൊണ്ട് ആ ഷർട്ട് കട്ട് ചെയ്യുന്നൊരു ദൃശ്യമാണ് കൊടുക്കുന്നത്. ആ ദൃശ്യം എന്തായാലും അവരൊരു തയ്യൽ കടയിൽ പോയി അത് ഹാഫ് കൈ ആക്കിയ ശേഷം പരീക്ഷ എഴുതാൻ പോയ വാർത്തയാണ്, ചിത്രമാണ് മനോരമ 1ാം പേജിൽ. നല്ല ചിത്രമാണത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വേഗം പ്രസ്റ്റോപ്പ് വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് മനോരമയുടെ ഏറ്റവും ലീഡ് വാർത്ത, മറ്റ് പത്രങ്ങളൊക്കെ പെഹൽഗാമിലേക്കും ഒക്കെ പോയപ്പോൾ മനോരമയുടെ ലീഡ് വാർത്ത ഒരു A+ തട്ടിപ്പ് വാർത്തയാണ്. അവരുടെ എക്സ്ക്ലൂസീവാണ് അത്. വിദ്യാഭ്യാസ തട്ടിപ്പ്. UP-യിൽ വ്യാജ SSLC+2 കോഴ്സുകൾ. കേരളത്തിൻ്റെ SSLC+2 കോഴ്സുകൾ ഉത്തർപ്രദേശിൽ നിന്ന് പോയി പഠിക്കണ്ട, അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും, പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഒരു വ്യാജ വെബ്സൈറ്റ് 8 വർഷമായി പ്രവർത്തനം നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും നടപടിയില്ല എന്ന് പറയുന്ന വലിയ വാർത്തയാണ്. A+ തട്ടിപ്പ് എന്ന് പറയുന്ന വലിയ വാർത്തയാണ് മനോരമയുടെ 1ാം പേജിലെ ലീഡ് സ്റ്റോറി. അതൊരു പക്ഷേ ഇന്ന് വരും ദിവസങ്ങളിൽ ചർച്ചയാകുന്ന ഒരു സ്റ്റോറിയാകും. SSLC ഫലമൊക്കെ, +2 ഫലമൊക്കെ വരാൻ പോകുന്നു. ഒരു പക്ഷേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കും പണ്ടങ്ങനെ നോക്കാമായിരുന്നു, അല്ലേ സേതു? തീർച്ചയായും ശ്രീജിത്ത്, കഷ്ടമായി പോയി. കാരണം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പല പരിഷ്കാരങ്ങളും കാണുമ്പോൾ അതൊക്കെ എന്താ നേരത്തെ വരാത്തെന്നൊരു തോന്നലാണ്. പക്ഷെ വീണ്ടും പഠിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് നന്നായി എന്ന് തോന്നലുണ്ട്. ശരി ശ്രീജിത്ത്, അപ്പോൾ ഓക്കെ, ബൈ, നമുക്ക് നാളെ കാണാം.